എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ബാങ്കുകൾ തുടർച്ചയായിട്ട് അവധി ദിനങ്ങൾ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ആരംഭിക്കാനിരിക്കെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ അവധി ദിനങ്ങൾ വരുന്നതാണ്. RBIയുടെ ഔദ്യോഗിക കലണ്ടർ പ്രകാരം ഡിസംബർ 24 മുതൽ പല സംസ്ഥാനങ്ങളിലും ബാങ്കുകൾക്ക് അവധിയായിരിക്കും. പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും അവധി ദിനങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 25 രാജ്യവ്യാപകമായിട്ട് അവധിയായിരിക്കും. ഡിസംബർ 25 ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബാങ്കുകളും അടഞ്ഞു കിടക്കുന്നതാണ്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഡിസംബർ 24 മുതൽ തുടർച്ചയായിട്ടുള്ള അവധികളാണ് വരുന്നത്. ബാങ്ക് അവധി കലണ്ടർ പരിശോധിക്കുമ്പോൾ ഡിസംബർ 24 ഐസോൾ, കൊഹിമ, ഷില്ലോങ് എന്നിവിടങ്ങളിൽ അവധിയായിരിക്കും. ഡിസംബർ 25 രാജ്യവ്യാപകമായിട്ട് എല്ലാ ബാങ്കുകളും അടച്ചിടുന്നതാണ്. ഡിസംബർ 26 ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഐസോൾ, കൊഹിമ, ഷില്ലോങ് എന്നിവിടങ്ങളിൽ അവധിയായിരിക്കും. ഡിസംബർ 27 കൊഹിമയിൽ ബാങ്കുകൾക്ക് അവധിയായിരിക്കും. ഡിസംബർ 30 യു കിയാങ് നഗ്ബയുടെ ചരമവാർഷികം പ്രമാണിച്ച് ഷില്ലോങ്ങിൽ അവധിയായിരിക്കും. ഡിസംബർ 31 പുതുവത്സരാഘോഷം ഇമോയിന് ഉൽപ്പരിത പ്രമാണിച്ച് പ്രധാനമായിട്ടും ഐസോളിലും ഇംഫാലിലും അവധി ദിനങ്ങളായിരിക്കും. ഇടപാടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബാങ്കുകൾക്ക് അവധിയാണ് എങ്കിലും ATMകൾ, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്ങും അതോടൊപ്പം തന്നെ UPI സേവനങ്ങൾ തടസ്സമില്ലാതെ തന്നെ ലഭ്യമാകുന്നതാണ്. എന്നാൽ ചെക്ക് ക്ലിയറിംഗ്, ബാങ്ക് കൗണ്ടറുകൾ വഴിയുള്ള നേരിട്ടുള്ള പണമിടപാടുകൾ എന്നിവ അവധി ദിനങ്ങളിൽ നടക്കുന്നതല്ല. അതിനാൽ തന്നെ അത്യാവശ്യ ഇടപാടുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.